എഫേസ്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുക. 3 ക്ലിപ്പ് നമ്മൾ കേട്ടു. ഇതിപ്പോൾ ഒരെണ്ണം കൂടി 4-ാമത്തത് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി 5-ാമത്തെ ക്ലിപ്പിലേക്ക് നമ്മൾ വരിക. ഞാൻ പറഞ്ഞല്ലോ, ഇതെത്ര പ്രസംഗിച്ചാലും തീരാത്ത കാര്യങ്ങളാണ്. ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികൾ. ഇനി നമ്മൾ വേറൊരു സമയം അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൂടുതലായിട്ട് ഗഹനമായിട്ടൊക്കെ ചിന്തിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. കാരണം സമയം ഒത്തിരി കടന്നുപോയി ഇപ്പോൾ. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 43-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ യെശയ്യാവ് ഹല്ലേലൂയ 43-ന്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിച്ചു വിടാൻ ഞാൻ. സ്തോത്രം. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? കണ്ണുണ്ടായിട്ട് കുരുടന്മാരായും ചെവി ഉണ്ടായിട്ട് ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവിൻ, സകല ജാതികളും ഒന്നിച്ചുകൂടട്ടെ. ജാതികളുടെ അവസ്ഥയാ എന്താ? കണ്ണുണ്ടായിട്ട് കാണാൻ കഴിയുന്നില്ല, ചെവി ഉണ്ടായിട്ട് കേൾക്കാൻ കഴിയുന്നില്ല. ഈ ലോകത്തിൻ്റെ കേൾവിയും ഈ ലോകത്തിൻ്റെത് മാത്രമേ കേൾക്കൂ. ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തില്ല. അത് തന്നെയായിരുന്നു പൗലൂസിനും. ദമസ്കോസിൽ വെച്ച് അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവശബ്ദം കേൾക്കാൻ കഴിഞ്ഞു. തലകുത്തനെ തറയെ പോയപ്പോൾ ദൈവശബ്ദം കേട്ടു. ശൗലേ ശൗലേ എന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. ന്യായപ്രമാണത്തിൻ്റെ അതിപ്രസരത്തിൽ പോയപ്പോൾ ദൈവശബ്ദം കേട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യിരെമ്യാപ്രവചനം 5-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 21-ാം വാക്യത്തിലും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ വാക്യം കൂടി ഞാൻ നിങ്ങളുടെ മുൻപിൽ വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 5-ന്റെ 21-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേട്ടോണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുണ്ടായിട്ട് കാണാതെയും ചെവി ഉണ്ടായിട്ട് കേൾക്കാതെയും ഇരിക്കുന്ന മൂഢന്മാരും ബുദ്ധിഹീനരുമായ ജനമേ, ഇത് കേൾപ്പി. നിങ്ങളല്ലേ കേട്ടോ ജാതികളോട് പറയുകയായി. ജാതികൾ ആ അവസ്ഥയിൽ കിടക്കുക. ഓരോ പ്രവാചകന്മാർ പറയുന്നത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കേട്ട് അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിൻ്റെ ഓരോ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ. മത്തായി 23 ശാസ്ത്രിമാരെയും പരീശന്മാരെയും കർത്താവ് വിളിക്കുന്നത് എന്താ? കുരുടനെ, അല്ല കുരുടന്മാരായ വഴികാട്ടികളെ. കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുകയല്ലേ ഇന്ന്? സത്യം പറ. ഇന്നത്തെ ആത്മീയ കോണത്തിൽ കുരുടനെ വഴികാട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? ശരിയായ ദൈവവചനത്തിൻ്റെ തെളിനീരിലേക്ക്, ശരിയായ ദൈവവചനത്തിൻ്റെ നിർമ്മലമായ സത്യങ്ങളിലേക്ക് ജനത്തെ നടത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകൾ എവിടെയാണ് ഉള്ളത്? പരിമിതമാണല്ലോ. പരിമിതം. നല്ല കാഴ്ചപ്പാടോടുകൂടി ഇറങ്ങിത്തിരിച്ച ഭക്തന്മാർ പോലും, ഞാനൊരു കാര്യം തറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ദൈവം നിന്നെ വിളിച്ചെങ്കിൽ നിന്റെ വിദേശയാത്ര നിർത്തണം. ഒന്നാമത് പോകേണ്ടത് ഞാൻ പറയത്തില്ല. വ്യക്തമായി കൃത്യമായി കർത്താവ് നിന്നെ അയക്കുന്നു എന്നുള്ള ബോധ്യം നിന്റെ ആത്മാവിൽ കിട്ടിക്കഴിയുമ്പോൾ നീ പോരുകൂടെ പോയില്ല. ഇല്ലെങ്കിൽ പോകരുത്. അടിപടലം നീ തകർന്ന് കളയും. നിന്നെ പിശാച് അതിന് കുടുക്കിക്കളയുമെന്ന്. ദ്രവ്യാഗ്രഹ സകലവിധ ദോഷത്തിന് മൂലമെന്നല്ലേ നമ്മൾ വായിച്ചത്. സകലവിധ ദോഷത്തിന് മൂലം ഇത് വിശ്വാസം വിട്ടുഴന്നു പോയെന്നല്ലേ എഴുതിയിരിക്കുന്നത്. വിശ്വാസം വിട്ടുഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി. ഉൽപ്പത്തി പുസ്തകത്തിൽ ഉഴന്ന് നടക്കുന്ന ഒരുത്തനെ കാണാൻ കഴിയും. ആരാ? കായീൻ. നീ ഉഴലുന്നവനാകും. കേരളക്കരയിൽ അനേക ഭക്തന്മാർ ഉഴന്ന് നടക്കുക. ഇത് അനേകർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ അവരുടെ പുറകെ അങ്ങ് നടക്കുക. നിർത്തിക്കോ. ഞാൻ പറയത്തില്ല എൻ്റെ പുറകെ വരാൻ. പൗലൂസിൻ്റെ പുറകെ പോ. പൗലൂസ് പറയുന്ന വചനങ്ങളെ ഫോളോ ചെയ്. പത്രോസ്, പൗലൂസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ ആദ്യായവർ തരുന്ന വചനങ്ങൾ, കർത്താവ് തരുന്ന വചനങ്ങൾ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ. അതാ പത്രോസ് പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനത്തിൽ. എത്ര മനോഹരമായ സ്റ്റേറ്റ്മെൻറ്റാണ് അത്. ഞാൻ ആദ്യം കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ പത്രോസ് പറയുന്ന ഒരു പദമാണ് 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാം ലേഖനമല്ലോ, വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും പിന്നെ നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന.
അപ്പോൾ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവ് രക്ഷിതമായവൻ തന്ന കൽപ്പന, വാക്കിനാലോ ലേഖനത്താലോ തന്ന കൽപ്പന, വാക്കിനാൽ തന്ന കൽപ്പന, പ്രവൃത്തി പുസ്തകവും ലേഖനങ്ങളിലൂടെ തന്ന കൽപ്പന, റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെയും. ആ കൽപ്പനകളെ ഓർത്തുകൊള്ളാൻ, അതനുസരിക്കാൻ, അത് പ്രമാണിക്കാൻ. വല്ലതുമൊക്കെ പറയണ കേട്ട് വല്ലതിൻ്റെയൊക്കെ പുറകെ പോയാൽ നമ്മൾ എവിടെ ചെന്ന് എത്തും നമുക്കറിയാം. ആർക്കെങ്കിലും നിശ്ചയമുണ്ടോ അതിനെക്കുറിച്ച്? സ്വർഗരാജ്യത്തിലേക്കുള്ള വഴികാട്ടികളായി ശുശ്രൂഷകന്മാർ ഇന്ന് കുറവാ. ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ദൈവവചനം പ്രസംഗിച്ച് വിശ്വാസികളെ നടത്തുന്ന കർത്താവിൻ്റെ ദാസന്മാർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, കുറഞ്ഞുപോയി. തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം ഭയങ്കര അപകടകരമായ അവസ്ഥയിലേക്കായിപ്പോയി. പ്രാർത്ഥിക്കാത്ത പാസ്റ്റർമാര്, ദൈവവചനം ധ്യാനിക്കാത്ത പാസ്റ്റർമാര്, ആത്മാവിൽ ആരാധിക്കുക പാസ്റ്റർമാര് കൂമിള് പോലെ മുളച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ ഒരു കൊച്ചു പയ്യൻ പറഞ്ഞത് കേട്ട് ഞാൻ അന്തം വിട്ടുപോയി. കർത്താവ് എന്നെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ടാ? അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം 2-3 ഫ്ലൈറ്റ് കയറി ഞാൻ ഓടിക്കൊണ്ടിരിക്കുക. ഞാനതിന് പറഞ്ഞത്, നിന്നെ കർത്താവ് ഓടിക്കുകയൊന്നുമല്ല, നിന്നെ പിശാച് നരകത്തിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക. നീ അതിനെ തിരിച്ചു പറയുക, കർത്താവ് ഓടിക്കുന്നത്. അതിനാണ് ഞാൻ യെശയ്യാപ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, കുറിപ്പെട്ട വാക്യമാണ്. നന്മയ്ക്ക് തിന്മയെന്നും തിന്മയ്ക്ക് നന്മയെന്നും വെളിച്ചത്തിന് ഇരുട്ടെന്നും ഇരുട്ടിന് വെളിച്ചമെന്നും കയ്പിന് മധുരമെന്നും മധുരത്തിന് കയ്പെന്നും പറയുന്നവർക്ക് അയ്യോ കഷ്ടം. ദൈവഹിതമല്ലാത്ത വഴിയിലൂടെ യാത്ര ചെയ്ത് ദൈവവചനം പ്രസംഗിക്കുന്നതിന് പകരം തത്വം ഞാനും ചപ്പും ചവറും പറഞ്ഞ് പണസമ്പാദനത്തിന് വേണ്ടി ആൾക്കാരെ ഇളക്കി മറിച്ച്, ഈ പാര വെച്ച് ഇളക്കി കുത്തി മറിക്കുന്ന പോലെ ആൾക്കാരെ ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങളിലൂടെ ജനത്തെ ഇട്ട് തുള്ളിപ്പിച്ച് ചാടിപ്പിച്ച് ചിരിപ്പിച്ച് ഉന്തിയും കുരപ്പിച്ചും ചിരിപ്പിച്ചും ഛർദിപ്പിച്ചും ഒക്കെ ജനത്തെ നശിപ്പിച്ചിട്ട് അത് നന്മയാണെന്ന് പറയുക. ഹല്ലേലൂയ. തിന്മയ്ക്ക് നന്മയെന്ന് പറയരുത്, ഇരുട്ടിന് വെളിച്ചമെന്ന് പറയരുത്, കയ്പിന് മധുരമെന്ന് പറയരുത് സഹോദര. നിനക്ക് അയ്യോ കഷ്ടം. യാതനാ സ്ഥലത്തേക്കായിരിക്കും നിന്റെ യാത്ര. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ ശാസനയും തർജ്ജനയും എനിക്ക് കൂടുതലാണെന്ന് ചിലർ എന്നോട് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. അത് എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി പ്രബുദ്ധരായ ഈ പ്രസംഗം കേൾക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കണം. എൻ്റെ പ്രസംഗമൊന്നും അധികം ആരും കേൾക്കത്തില്ല, കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. അവർക്ക് നല്ല ആത്മീയർക്ക് ഇത് കേൾക്കാം, അല്ലാത്തവർക്ക് കേൾക്കാൻ പറ്റത്തില്ല, അവരിട്ടിട്ട് പോകും. എൻ്റെ കൂടെ ഗൾഫിലുണ്ടായിരുന്ന ഒരു വാത്സല്യ അച്ചായൻ കുറേ നാൾ കേട്ട വിഷയം എന്നോട് പറഞ്ഞു, പാർട്ട പ്രസംഗമൊന്നും എനിക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞു, എന്ത് പറ്റി? ഈ ശാസനയും തർജ്ജനയും ഒക്കെ കൂടിപ്പോവാന്ന് പറഞ്ഞു. പുള്ളിക്ക് ഒരു 100 വർഷം പുള്ളിയെ ശാസിച്ചാലും തർജ്ജനം ചെയ്താലും നന്നാകാത്ത രീതിയിലാണ് പുള്ളിയുടെ പോക്ക്. അതുകൂടി ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇത് കേട്ടപ്പോൾ ഭയങ്കര ഇറിറ്റേഷനായി. നന്നാകാൻ മനസ്സില്ല, എൻ്റെ അപ്പാ എന്നെ തല്ലണ്ട, ഞാൻ നന്നാകത്തില്ലെന്നുള്ള വകുപ്പിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. എനിക്ക് അദ്ദേഹത്തെ നന്നായിട്ടറിയാം, പേരും നാളും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി തീരണമെങ്കിൽ നമ്മളിലുള്ള കറയും കളങ്കങ്ങളെല്ലാം പോകണം. അവനവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി, ദൈവവചനം കൊണ്ട് നമ്മളെ വെടിപ്പാക്കണം, നമ്മളെ ശുദ്ധീകരിക്കണം, നമ്മളെ കഴുകണം, നമ്മളെ നിർമ്മലീകരിക്കണം. അല്ലാതെ നമുക്കൊരിക്കലും നന്നാകാൻ പറ്റത്തില്ലെന്ന് നമ്മൾ നന്നായിട്ട് ഓർത്തോണം. ജാതികൾ ക്രിസ്തുയേശുവിൻ്റെ കൂട്ടവകാശികൾ, ഏക ശരീരസ്ഥർ, വാഗ്ദത്തത്തിൽ പങ്കാളികൾ എന്നുള്ളത് തന്നെ. ഞാൻ അതിലെ സ്വോത്രം ജാതികൾ എന്നുള്ള വിഷയം മാത്രമേ എടുത്തോളൂ. ഇനി ഏക ശരീരസ്ഥർ എന്നുള്ളൊരു വിഷയം ഒരല്പം സംസാരിക്കാൻ താല്പര്യപ്പെടുക. ഏക ശരീരസ്ഥ, യേശുക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഒരു അവയവമാണ് നമ്മൾ. അപ്പോൾ ചോദിക്കും, തല ആരാ? കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ അവൻ സഭ എന്ന ശരീരത്തിൻ്റെ തലയുമാകുന്നു. കൊലോസ്യർ 1:18. അപ്പോൾ തല ക്രിസ്തുവാ. അപ്പം നമ്മളാരാ? ശരീരം. അങ്ങനെയാണെങ്കിൽ തല ക്രിസ്തുവാണെങ്കിൽ ശരീരം നമ്മളാണെങ്കിൽ പിന്നെ അടുത്ത വഴി എന്താ? തലയിൽ നിന്നുള്ള ആജ്ഞകൾ അനുസരിച്ച് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും പ്രവർത്തിച്ച് ഏത് അവയവമാണെന്ന് തിരിച്ചറിയുക. എന്നെ പ്രാർത്ഥിക്കാനാണോ വിളിച്ചത്? എന്നെ പ്രബോധനം പറയാനാണോ? എന്നെ സുവിശേഷത്തിനാണോ വിളിച്ചത്?
ഞാൻ ഉപദേഷ്ടാവാണോ? 4 ജീവിത ശുശ്രൂഷകളിലുള്ള അവൻ ചിലരെ അപ്പോസ്തലന്മാരാക്കി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ചിലരെ ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. 4, 5 ആയിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ഈ 5 വിധ ശുശ്രൂഷകളെ പുസ്തകത്തിൽ കാണുന്നുള്ളൂ. ഫേബയെ കുറിച്ച് പറയുന്നത്, ഫേബ വചനം പ്രസംഗിച്ച് നടത്തുന്ന ആളല്ല. ഫേബ ആരാ? ഈസ് എ സർവന്റ് ഓഫ് ചർച്ച്. ദൈവസഭയുടെ ഒരു സേവകയായിരുന്നു അദ്ദേഹം. അവര് എന്തായിരുന്നു? അപ്പോസ്തലന്മാരുടെ നേരെ വിരൽ കൊണ്ട് വചനം പറയുന്നവരായിരുന്നു? അല്ല. അവരാ സഭയിലെ ഭൗതിക കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു വേലക്കാരിയാണ്. അതിന് അവർ വചനത്തിൽ അവർ കർത്താവിൻ്റെ വേല ചെയ്യുന്നു എന്ന് തന്നെ പറഞ്ഞ്. നിസ്സാര ജോലിയാണെങ്കിൽ അത് തന്നെ. കളക്ടറേറ്റിൽ തൂപ്പുകാരിയായിട്ട് നിയമിക്കപ്പെട്ട ഒരു സഹോദരി എന്ത് ജോലി ചെയ്യുന്നു? ഞാൻ കളക്ടറേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. കളക്ടറേറ്റിൽ തൂപ്പുകാരിയാണെന്ന് പറയും? ഇല്ല, പറയത്തില്ല. കളക്ടറേറ്റിൽ വർക്ക് ചെയ്യുക. ജോലി വിവിധ തട്ടിലായിരിക്കാം. തൂപ്പ് ജോലിക്ക് മാന്യതയുണ്ട്. ചിലരൊക്കെ വിചാരിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ എഞ്ചിനീയറും ഡോക്ടറും അതുപോലെ വലിയ വലിയ ഗ്രേഡ് കൂടിയ ജോലിക്കാരാണ്. ജോലിക്കാർക്ക് എന്നൊരു ഭാവമുണ്ട്. അത് തെറ്റാ. ഏത് ജോലിക്കും അതിൻ്റെ മാന്യതയുണ്ട്. ഞങ്ങളുടെ എറണാകുളത്ത് എനിക്ക് പരിചയമുള്ളൊരു ചെരുപ്പ് കുത്തിയുണ്ട്. അദ്ദേഹം ഒരു ദിവസം ഉണ്ടാക്കുന്ന ശമ്പളം 2000-3000 രൂപയാണ്. ചെരുപ്പ് കുത്തിയ ആ കിട്ടുന്ന പണം പരസ്യയോഗങ്ങൾക്കായിട്ടൊക്കെ വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. പരസ്യവും പ്രസംഗിക്കാൻ താൻ മുൻപന്തി നിൽക്കും. അവിടെ അതിനുള്ള ചെലവുകളൊക്കെ വഹിക്കും. ചെറിയ ജോലി ചെയ്തിട്ട് കർത്താവിൻ്റെ വേലയിൽ പ്രയോജനപ്പെടുക, ഒരു സുവിശേഷത്തിൻ്റെ ഒരു പങ്കാളിയായി. എത്ര മനോഹരമായ കാര്യം അത്. അതിനെ നമ്മൾ താഴ്ത്തി കാണണ്ട, ഹീനമായിട്ട് കാണണ്ട. അങ്ങനെ കാണുന്നെങ്കിൽ നീ ആത്മീയനല്ല, നീ പക്ക ജിഡ്ഡികനാ. ഹല്ലേലൂയ. അപ്പോൾ ഏത് അവയവമാണെന്ന് തിരിച്ചറിയുക, ആ അവയവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാനുള്ള ശക്തി ആർജിച്ചെടുക്കുക. മുമ്പുള്ള ക്ലിപ്പിലൊക്കെ ഞാനിത് പറഞ്ഞതുകൊണ്ട് ഞാനിത് അധികം പറയാൻ താല്പര്യപ്പെടുന്നില്ല. പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിലെ ആ വാക്യം ഒന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞ് ആ ഭാഗത്ത് നിന്ന് പോകാൻ നേരത്തെ അത് പറഞ്ഞെങ്കിൽ ഒന്നുകൂടി ചേർത്ത് പറയാൻ താല്പര്യമുണ്ട്. തലയെ മുറുകെ പിടിക്കാതിരിക്കുന്ന ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിക്കാത്തവൻ വിരുത് തെറ്റിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊരു വിരുദിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. എന്താ നമ്മുടെ വിരുത്? നല്ലപോലെ വിരുത് ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഒരു കിരീടത്തിന് വേണ്ടി ഓടുന്ന പൗലൂസ്, അതുപോലെ നമ്മളും ഒരു കിരീടത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഓട്ടക്കിടത്തിൽ നമ്മുടെ വിരുത് തെറ്റിക്കുന്നവരാരാണ്? ക്രിസ്തുവിൻ്റെ പ്രമാണം മുറുകെ പിടിക്കാത്തവരാണെന്ന് പഠിക്കണം. എത്ര മനോഹരമായ പഠിപ്പിക്കലാണ്. ഹല്ലേലൂയ, സ്തോത്രം. തലയെ മുറുകെ പിടിക്കാത്തവൻ ആരും വിരുത് തെറ്റിക്കരുത്. തലയെ ആയുവനിൽ നിന്നല്ലോ ശരീരം മുഴുവനും സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ച് ഏകീഭവിച്ചും ദൈവികമായ വളർച്ച പ്രാപിക്കുന്നതിന് മുമ്പുള്ള ക്ലിപ്പിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി കേൾക്കുക. നിങ്ങൾ ഇപ്പോൾ 100 പ്രാവശ്യം കേൾക്കുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ കിടന്നിങ്ങനെ അലയടിക്കാൻ തുടങ്ങും. അപ്പോൾ തലയെ മുറുകെ പിടിക്കാത്ത, ക്രിസ്തുവിൻ്റെ ഉപദേശം പ്രസംഗിക്കാത്തവൻ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അവരോട് പറയും, സഹോദരാ, ഈ ചപ്പടി വിദ്യയൊക്കെ നിർത്തിയിട്ട് ക്രിസ്തുവിൻ്റെ പ്രമാണം പ്രസംഗിച്ച് സഭയെ ഒരുക്കെന്ന് നിങ്ങൾക്ക് പറയാനുള്ള ആർജവം ഉണ്ടാവും. ഇത് പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അടുത്ത ആ വിഷയത്തിൽ ഞാൻ അങ്ങോട്ട് 7-ാം വാക്യത്തിലേക്ക് വരിക. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിൻ്റെ കൃപാദാനത്താൽ ശുശ്രൂഷനായി തീർന്നു. സ്തോത്രം. ശ്രദ്ധിച്ചിക്കണേ, ആ വാക്യം ശ്രദ്ധിച്ചോണേ. ആ സുവിശേഷത്തിന് ഞാൻ അവൻ്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം. ഈ പലസ്തീൻ ശിഷ്യന്മാരെ കർത്താവ് 3 വർഷം കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞതായിട്ട് നമ്മൾ പുസ്തകത്തിൽ കാണുന്നു. ഞാൻ എടുത്ത് വായിക്കാൻ സമയമില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. കാത്തിരുന്നിട്ടോ ശക്തി ലഭിച്ചിട്ട്. ദ ഡുനാമിക് പവർ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ചിലർക്ക് ശക്തി മാത്രമേ ഉള്ളൂ, പിന്നെ വേറെ ഒന്നുമില്ല. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന അനുഭവമൊന്നും പലർക്കും ഇല്ല. അന്യഭാഷ പറയുന്നവന് പാപബോധമില്ലെങ്കിൽ അവൻ്റെ അന്യഭാഷയെക്കുറിച്ച് സംശയിക്കണം. അന്യഭാഷ പറയുന്നവന് ആത്മഫലമില്ലെങ്കിൽ അവൻ്റെ അന്യഭാഷ സംശയിക്കണം.
അന്യഭാഷ പറയുന്നവൻ അന്യായമായ ജീവിതം നയിക്കുന്നെങ്കിൽ അവൻ്റെ അന്യഭാഷ സംശയിക്കണം, അവൻ്റെ ആത്മാവിനെ സംശയിക്കണം. അങ്ങനെ ഒരു കാലത്തിലേക്ക് വന്നിരിക്കുന്നു. പരസ്യമായി മൈക്ക് വെച്ച് ആൾക്കാരെ വിളിച്ചു കൂട്ടി മണിക്കൂറുകൾ അന്യഭാഷ പറയാം. അതൊന്നും വചനത്തിന് യോജിക്കുന്ന രീതികളല്ല. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീയവർദ്ധന വരുത്തുന്നു. അന്യഭാഷ സംസാരിക്കുമ്പോൾ വ്യാഖ്യാനി ഇല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. ഒത്തിരി ഉപദേശങ്ങളുണ്ട്. ഇതൊക്കെ ആരാ ഇന്ന് പറയുന്നേ? നമ്മൾ ആരാധിക്കാൻ നേരത്തെ എല്ലാവരും കൂടി ആത്മാവിലായി അന്യഭാഷയിൽ ആരാധിക്കും. അത് വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. കർത്താവ് ആത്മാവാകുന്നവനെ നമസ്കാരം, ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അത് കർത്താവ് മത്തായിയുടെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്ന ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം. കർത്താവ് പറഞ്ഞ പ്രമാണമാണ്, കൽപ്പനയാണത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാണ് കർത്താവിനെ ആരാധിക്കുന്നത്. അന്യഭാഷയിലാണ് കർത്താവിനെ ആരാധിക്കുന്നത്. പ്രാർത്ഥിച്ച് പണ്ടൊക്കെ ഉള്ള കർത്താവിൻ്റെ ദാസന്മാരെന്ന് പറയും. ഇപ്പം പിന്നെ അതൊന്നും ഇല്ല. ഇപ്പം വന്നു കയറി ഒരു പാട്ടിൻ്റെ പൂരം തുടങ്ങിയ പാട്ട് തന്നെ പാട്ട്, വേർഡ്സ് ആൻഡ് പ്രേഷിപ്പ് എന്നും പറഞ്ഞ് പേരും കൊടുത്ത് അങ്ങനെ ഒരു തത്വീയ പുതിയ നിയമത്തിലില്ല. നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. ഹല്ലേലൂയ, സ്തോത്രം. പണ്ടുള്ള കാലങ്ങളിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അവർ സ്തോത്രം പറഞ്ഞു. പുതിയ നിയമത്തിൽ വരുമ്പോൾ സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ ആരാധിക്കുന്നു. ന്യായപ്രമാണത്തിൽ ആത്മാവിൻ്റെ ആരാധന ഇല്ലല്ലോ. യഹോവ നല്ലവൻ, അവൻ്റെ രുചിറിവെന്ന് പറഞ്ഞ് യഹോവ നല്ലവനല്ലോ അവൻ്റെ എന്നേക്കുമുള്ളതെന്ന് പറഞ്ഞ് പാട്ടും പാടി അങ്ങനെ പോവുകയല്ലേ. ഇന്നിപ്പോൾ നമ്മളും ആണ്ടരതിക്ക് വരുമ്പോൾ അത് പാടാനിരിക്കുക. ഓ നല്ലവനല്ലോ അവൻ്റെ എന്നേക്കുമുള്ളത് എന്ന് പറഞ്ഞ് കിടന്ന് കാറി പാടുക. നമ്മൾ യഹൂദന്മാർ പാടി കിടന്ന് നമ്മൾ പാടിക്കൊണ്ടിരിക്കുക. എൻ്റെ പൊന്നെ, നമ്മൾ ആണ്ടരതിക്കൽ ഏത് സമയത്ത് കടന്നു വന്നാലും നമ്മൾ ഒരുമിച്ച് കൂടിയിരുന്ന ആത്മാവിൽ കർത്താവിനെ ആരാധിക്കുക. സ്തോത്രം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം കൊടുത്ത് മുഴുവൻ വായിച്ച് തീർക്കുന്ന പ്രിയപ്പെട്ടവർ എനിക്കറിയാം. അത് യഹൂദന്മാരോടുള്ള ദൈവവസ്ഥയല്ലേ? നമ്മൾ യഹൂദന്മാരല്ലല്ലോ, നമ്മൾ ജാതികളല്ലേ, നമ്മൾ കുരിശുമൂട്ടിൽ പറന്നവരല്ലേ, നമുക്കൊരു പുതിയ പ്രമാണമില്ലേ? ഗലാത്യർ 6:2 ഇങ്ങനെ തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ, ക്രിസ്തുവിൻ്റെ പ്രമാണം നിവർത്തിപ്പീൻ. ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ പത്യവചനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പത്യവചനം, ഭക്തിക്കൊത്തുപദേശം, രാജികനായ പ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞനായ പ്രമാണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ല. തീർന്നില്ലേ? ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം നമ്മൾ. അവർ യഹോവയുടെ ന്യായപ്രമാണത്തിൽ നിലനിന്നില്ലല്ലോ. സ്തെഫാനോസ് ചാകുന്നതിന് മുമ്പ് വിളിച്ചു പറഞ്ഞു, ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചുവെങ്കിലും നിങ്ങൾ പ്രമാണിച്ചിട്ടില്ല, നിങ്ങൾ അനുസരിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ കല്ലെടുത്ത് എറിയാൻ തുടങ്ങി. എറിഞ്ഞ് കൽക്കൂനയാക്കി വെച്ചു. ആരെ? ഭക്തനായ സ്തെഫാനോസിനെ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, സ്തെഫാനോസിന് എന്തെങ്കിലും നഷ്ടം വന്നോ? ഒന്നും സംഭവിച്ചില്ല. സ്തെഫാനോസിൻ്റെ ആത്മാവിനെ എതിരേൽക്കുവാൻ ദൈവപുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിന്ന് വെൽക്കം ചെയ്ത് സ്വീകരിച്ചു എന്നാണ് പണ്ടൊരു മാസ്റ്റർ ആലങ്കാരിക പദപ്രയോഗത്തിൽ പറഞ്ഞ്. എനിക്കത് വലിയ സ്വീകാര്യമായി തോന്നി. പിതാവിൻ്റെ വലത്തുഭാഗത്ത് യേശു ഇരിക്കുന്നതായിട്ടാണ് പുസ്തകം വെളിപ്പെടുത്തുന്നത്. പക്ഷേ സ്തെഫാനോസ് മരിച്ചു വരുമ്പോൾ തൻ്റെ ആത്മാവിനെ സ്വീകരിക്കുവാൻ ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അവനെ കല്ലെറിഞ്ഞവർ നരകത്തിലും സ്തെഫാനോസ് നിത്യതയിലും പോകാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് കിട്ടിയ പ്രമാണം നമ്മൾ അനുസരിച്ചേ മതിയാകും, അല്ലാതെ ഒന്നും നടക്കില്ല. പ്രമാണം അനുസരിക്കാതെ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്ത് ഇറങ്ങിത്തിരിച്ചത് പ്രൈസ് ആൻഡ് വേർഷിപ്പോടുകൂടി. പ്രൈസ് ആൻഡ് വേർഷിപ്പിൻ്റെ ലീഡർ ആരായിരുന്നു? മിരിയാം. തപ്പെടുത്ത് പാട്ട് പാടി ഡിസ്കോ ഡാൻസൊക്കെ ചെയ്ത് കാണും, എനിക്കറിയത്തില്ല. അതൊക്കെ തന്നെ ഇന്ന് പുതിയ നിയമത്തിൽ നടക്കുന്നുണ്ട്. ഇവിടെ യൂത്ത്സൊക്കെ എന്തോ ഒരു പാട്ടാണ്, എന്തോ ഒരു ബഹളമാണ്. വചനം പറയാൻ നിർത്തിയിട്ടുകളെല്ലാം ഇറങ്ങിപ്പോവുകയോ അല്ലെങ്കിൽ ഇരുന്ന് ഉറങ്ങുകയോ ചെയ്യും. ഇതേത് ആത്മാവിൻ്റെ പിന്നിൽ? പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചിട്ടാണ് എന്ത് ചെയ്ത് കർത്താവിൻ്റെ ദാസന്മാർ ശുശ്രൂഷയ്ക്കായിട്ട് പോയി. ശിഷ്യഗണങ്ങൾ, അപ്പോസ്തലന്മാർ, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാകണം. ഇന്ന് ശക്തിയില്ല, ഒന്നുമില്ല.
നല്ല ആത്മശക്തിയോടെ വേണം ദൈവജനം സംസാരിക്കാനും കർത്താവിൻ്റെ സാക്ഷികളാകാനും. നമുക്ക് കുത്തിയിരുന്ന് പ്രാപിക്കണം ആത്മശക്തി. അതാ ഞാൻ പ്രാർത്ഥനയ്ക്ക് ഏറെ സമയം എടുക്കുന്നേ. ഞാൻ ആത്മാവിൽ ആരാധിക്കും, ഒറ്റയ്ക്കിരുന്നുണ്ട്. കുറഞ്ഞത് രാവിലെ പ്രാർത്ഥനയിൽ അരമണിക്കൂറെങ്കിലും ആത്മാവിൽ ആരാധിച്ച് സ്തോത്രങ്ങൾ പറഞ്ഞ്, സ്തുതി സ്തോത്രങ്ങൾ പറഞ്ഞ് ദൈവത്തെ ആരാധിച്ചതിന് ശേഷമാണ് വചന ധ്യാനം. ഇവിടെ പ്രാർത്ഥനയിലും സഭായത്തിലും ഒക്കെ അത് തന്നെ ഞങ്ങൾ ചെയ്യുന്നത്. ഏത് കൂടിയൊരു വന്നാലും അത് തന്നെ ഞങ്ങൾ ചെയ്യുന്നത്. ആത്മാവിൽ ആരാധിച്ച് ബലപ്പെടുക, ശക്തിപ്പെടുക. ഒരിക്കലും ആ അഭിഷേകം പ്രാപിച്ചവർ പിന്നെയും ആത്മാവിൽ ആരാധിച്ച് ശക്തി ഏറ്റെടുത്തുകൊണ്ടിരിക്കണം. അഭിഷേകം ഒരിക്കലാ, ആത്മശക്തി എപ്പോഴും പ്രാപിച്ചെടുക്കേണ്ടതാണ്. ഓരോ കൂട്ടായ്മകളിലും, ഓരോ സഭായങ്ങളിലും, ഓരോ ഉപവാസ പ്രാർത്ഥനകളിലും, ഓരോ മീറ്റിങ്ങുകളിലും സ്വത്രം നമ്മൾ ആത്മശക്തി ആർജിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് ബാറ്ററി ഇറങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ്. കാറിൽ ബാറ്ററി, കൊതുകിൻ്റെ ബാറ്ററിയിൽ ബാറ്ററി, ഫോണിൽ ബാറ്ററി, എല്ലായിടത്തും ബാറ്ററി. എന്തിനാ? ചാർജ് ചെയ്യാൻ. ചാർജ് ഇല്ലെങ്കിൽ ഇതുവല്ലം വർക്ക് ചെയ്യുമോ? പണ്ട് എനിക്കൊരു കാര്യത്തിലൂടെ ഞാനത് പഠിച്ചു. ഒരു ബാറ്റ് ഉണ്ടായിരുന്നു. 3-4 വലിയ കൊതുക് കയറിയപ്പോൾ ഈ ബാറ്റ് എടുത്തങ്ങ് അടിക്കാൻ തുടങ്ങി. എടാ, കൊതുക് ഈ ബാറ്റിൻ്റെ ഉള്ളിൽ കൂടി പറന്നങ്ങോട്ട് പോയി. കാരണം നോക്കിയപ്പോൾ ചാർജ് ഒട്ടുമില്ല. ചാർജ് അങ്ങോട്ട് ഫുള്ളാക്കി അടിച്ചു കഴിഞ്ഞപ്പോൾ പടപടാന്ന് വെടിക്കെട്ട് പോലെ ശബ്ദം കേൾക്കാം. കാരണം ചത്തി വീഴാൻ തുടങ്ങി. ടേക്ക് ദ മോർ പവർ, ഡുനാമിക് പവർ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്ന് പറയേണ്ടല്ലേ. ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രത്തിലേ പകർന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിക്ഷേപമായി മൺപാത്രത്തിൽ പ്രാപിച്ചവരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. നമുക്കത് വേണ്ടേ? ശൗൽ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, നമുക്കങ്ങനെ ശക്തി പ്രാപിക്കണ്ടേ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നത് ശക്തിയുടെ അളവറ്റ വലിപ്പം നമുക്ക് വേണ്ടേ? നാം ചോദിക്കുന്നതിനൊരിക്കലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവർ നമുക്കത് വേണ്ടേ? കൃപയും ശക്തിയും നിറഞ്ഞവനായി, ആത്മാവും ജ്ഞാനവും നിറഞ്ഞവനായി ഫിലിപ്പോസ്, സ്തേഫാനോസ്, നമുക്കത് വേണ്ടേ? നമുക്കിപ്പോൾ ശക്തി വേണ്ട, ബുദ്ധി മതി. ഹല്ലേലൂയ. ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്, വിജയകരമായി ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്, ശത്രുവിൻ്റെ പോരാട്ടങ്ങളെ അതിജീവിക്കുന്നത്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിൻ. എന്തിനാ? പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ഇന്ന് രാവിലെ ഒരു വലിയ സന്ദേശം കർത്താവ് എനിക്ക് തന്നു. ഞാനത് മെസ്സേജാക്കി പറയാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തക്ക സമയത്ത് അത് നിങ്ങളുടെ ഫോണുകളിൽ എത്തും. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. വാക്യം ഇതാണ്: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. 2 കൊരിന്ത്യർ 2:11 എൻ്റെ ഹൃദയത്തിൽ കർത്താവ് ഇടപെട്ടു. ഡിസംബർ 25 ഇടപെട്ടു. പകലിൽ സംസാരിച്ചു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ തൊപ്പിയിട്ട് കിടക്കുന്ന ഒരു കൂട്ടം വിശ്വാസികളെയും ശുശ്രൂഷാ വൃന്ദങ്ങളെയും നമുക്ക് ദർശിക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് സാത്താൻ അവരെ തോൽപ്പിച്ചത്? കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവിനെന്നുള്ള പൗലോസ് അപ്പോസ്തലന്റെ ഉപദേശം എടുത്ത് കളഞ്ഞതുകൊണ്ട്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. എഫേസ്യ ലേഖനം 1, 2, 3, 4, 5, 6 അധ്യായങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനത്തെ അധ്യായത്തിലാണ് ഈ വാക്യം കിടക്കുന്നത്. 10-ാം വാക്യം, 6:10. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടണം. 1, 2, 3, 4, 5, 6-10 വരെയുള്ള വാക്യങ്ങളൊക്കെ പഠിപ്പിച്ച് ദൈവസഭയെ പ്രബോധിപ്പിച്ച് വചനത്തിലൂടെ സഭയെ ഉണർത്തിയെടുത്ത് അവസാനം താൻ പറയുക, കുത്തിയിരുന്ന് ശക്തി പ്രാപിച്ചോളാൻ, കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവാൻ. ഇന്ന് പെന്തക്കോസ്തുകാർക്ക് ദൈവശക്തിയില്ല, ദൈവകൃപയില്ല. ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ബൈബിൾ കോളേജിൽ പഠിച്ചിരിക്കുന്ന ആ തത്വജ്ഞാനങ്ങൾ, ആ ജ്ഞാനം കൊണ്ട് ആ പ്രസംഗം, ആത്മനിയോഗത്താലുള്ള പ്രസംഗങ്ങൾ കുറവാണ്. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ആത്മശക്തിയിൽ പ്രസംഗിക്കുന്ന പ്രാസംഗികർ കുറവാണ്. ഹല്ലേലൂയ. എനിക്ക് കിട്ടിയ ട്രെയിനിങ് ഏതാ, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്, വലിയ പ്രത്യാശയുണ്ട്. ഓരോ ശുശ്രൂഷ കഴിയുമ്പോൾ കുഴയല്ല ചെയ്യുന്നത്, ബലപ്പെടുക ചെയ്യുന്നത്, ആത്മാവിൽ ബലപ്പെടുക ചെയ്യുന്നത്. 2024 ഡിസംബർ മാസം 25-ാം തീയതി ക്രിസ്മസ് ദിവസത്തിലാണ് ഇത് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഉണ്ട്, ആഹാരം പോലും കഴിച്ചില്ല. 2:20 അവരൊക്കെ ആഹാരം കഴിച്ചു. എനിക്കവിടെ എങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാകും.
എനിക്കതൊരു വിഷയമല്ല. ഈ ശുശ്രൂഷ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിഞ്ഞ് കഴിക്കുന്നുള്ളൂ ഞാൻ. കാരണം ഞാൻ ആത്മീയ ആഹാരമാണ് ഭക്ഷിച്ച് ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഭൗതിക ആഹാരത്തെക്കാൾ ഏറ്റവും പ്രധാനം ആത്മീയ ആഹാരമാണ്. ഈ 21 ദിവസവും ഈ 40 ദിവസമൊക്കെ ഉപവസിക്കുന്ന മാസന്മാർ എന്താ ഏത് ബലത്തിലാണ് ഇരിക്കുന്നത്? ആ ആത്മീയ ആഹാരം ഭക്ഷിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉള്ളത് കൊണ്ടാണ്. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. അപ്പോൾ ദൈവമക്കളെ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എത്തിപ്പാൻ കഴിയാതെ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. എന്തിനായി ശക്തിപ്പെടുന്നത്? പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ. ഈ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ എൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ നമ്മുടെ ധനം കൊണ്ടോ ഒന്നുകൊണ്ടും നടക്കില്ലെന്ന് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. നമ്മളിലുള്ള ആത്മശക്തിയാണ് പിശാച് ഭയപ്പെടുന്നത്. നമ്മളിലുള്ള വചനജ്ഞാനത്തെയാണ് പിശാച് ഭയപ്പെടുന്നത്. സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി ആത്മശക്തി പ്രാപിച്ച് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ക്രിസ്ത്യജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് പിശാച് ഭയപ്പെടുന്നത്. ഹല്ലേലൂയ. അല്ലാത്തവരൊന്നും പിശാചിന് ഭയമില്ലെന്ന് ഓർത്തോണം. ദുരുപദേശം പറഞ്ഞ് ഭൗതിക അനുഗ്രഹത്തിലേക്ക് ജനത്തെ ആറാട്ടി ലോകത്തിൻ്റെ ഭൗതിക അനുഗ്രഹത്തിൻ്റെ പിറകെ പോകാനായിട്ട് പ്രോത്സാഹിപ്പിച്ച് പ്രസംഗിക്കുന്ന ദുരുപദേഷ്ടകന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഹല്ലേലൂയ, താണിരുന്ന് ആത്മശക്തി പ്രാപിക്കുക, പഥ്യവചനം പ്രസംഗിക്കുക, പഥ്യോപദേശം പ്രസംഗിക്കുക, ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം പ്രസംഗിക്കുക, കർത്താവിൻ്റെ വരവിനുവേണ്ടി ജനത്തെ ഒരുക്കി നിർത്ത്. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനം കിടക്കുന്നു. അതും ഇന്ന് രാവിലെ എന്നോട് കർത്താവ് സംസാരിച്ചു. സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുക. നീ എന്നെ വീട് നമസ്കരിച്ചാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. ഇത് എങ്കൽ പരമേൽപ്പിച്ചു. ആരവനെ ഏൽപ്പിച്ചു കൊടുത്തു? ആദാവയും കൂടി ഏൽപ്പിച്ചു കൊടുത്തു. പിശാചിൻ്റെ ഭരണത്തിൽ കീഴ്കിടക്കുന്ന ലോകം ഇവിടുത്തെ എന്താ പറയുക, ടെക്നോളജിയുടെ പെരുമഴ കണ്ടൊന്നും നമ്മളാരും ഭയന്നു പോകരുത്. ഗൂഗിളിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിക്കഴിഞ്ഞാൽ പൈസ പോണ കണ്ടപ്പോൾ വിചാരിച്ചു എന്തൊരു ഭയങ്കര പൈസ പോകുന്നതൊക്കെ ശരിയാ. ഈ പൈസ പോകാത്തൊരു കാലഘട്ടം വരുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഭരണം വരുമ്പോൾ എത്ര കുത്തിയാലും കാശ് പോകില്ല. കാരണം എന്താ? ബാങ്കിങ് സിസ്റ്റം മുഴുവൻ അവൻ പിടിച്ചെടുക്കും. ഈ ലോകത്തിൻ്റെ സർവ്വ ബാങ്കിങ് സിസ്റ്റവും ക്രിസ്തുവിൻ്റെ കൈകളിൽ വരാൻ പോവുക. കോടാനുകോടി രൂപയുടെ സമ്പത്ത് അവൻ്റെ കയ്യിൽ വരും. അവൻ്റെ നിയന്ത്രണത്തിൻ്റെ കീഴിലാവും. കർത്താവായ യേശുക്രിസ്തു തൻ്റെ വിശുദ്ധ സഭയുമായി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ കിരാത ഭരണം ഈ ഭൂമിയിൽ തുടരാൻ പോവുക. അവൻ നിയമത്തെ കഠിനമാക്കും. 260 ചില്ലുവാന രാഷ്ട്രങ്ങൾ, 260 രാഷ്ട്രതലവന്മാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ സംവിധാനം മാറി 260 രാഷ്ട്രങ്ങളെയും ഭരിക്കുന്ന ഒരു ഏകാധിപതി, ഒരു സ്വേച്ഛാധിപതി ഭരണമേറ്റെടുക്കാൻ പോകുന്നു. അതിൻ്റെ സിംറ്റംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ഭരണാധികാരികളുടെ പ്രവൃത്തികളൊക്കെ അതിൻ്റെ അടയാളങ്ങളായിട്ട് നമുക്ക് പഠിക്കാൻ വേണമെങ്കിൽ കിങ് ഉൻ, പുടിൻ, അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ്, ഇവരെയൊക്കെ നമുക്ക് എടുത്ത് പഠിക്കാതില്ല. അവർ ഞങ്ങൾ ചുട്ടുകളയെന്ന് പറഞ്ഞു. എന്ത് ചുട്ടുകളയാൻ? ഇപ്പം കത്തിക്കുമെന്ന്. എന്ത് കത്തിക്കാനാ? ഹല്ലേലൂയ. തമ്പുരാൻ അനുവദിക്കാതെ ദൈവസഭയുടെ ഉള്ളിടത്തോളം കാലം തമ്പുരാൻ അനുവദിക്കാതെ ഒരു ചുക്കും അവർക്കാർക്കും ചെയ്യാൻ കഴിയില്ല. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടും. പിശാചിൻ്റെ തന്ത്രങ്ങളോട് തീർപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. സത്യമരയ്ക്ക് കെട്ടി നീതി എന്ന കവചം ധരിച്ച് സമാധാന സുവിശേഷം കാലിൽ ചെരുപ്പാക്കി സകല ദുഷ്ടൻ്റെ നിയമങ്ങളെയും കെടുപ്പാൻ തക്കൊണ്ട് വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവോചനം എന്ന ആത്മാവിൻ്റെ വാളും ഏത് നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും 1 പത്രോസ് 4:1 ഇങ്ങനെ കഷ്ടത എന്ന ആയുധം ധരിച്ചുകൊണ്ട് 8 ആയുധവർഗം. സാധാരണ 7 ആയുധവർഗം എല്ലാവരും പഠിപ്പിക്കുന്നത്. ഞങ്ങളെ പഠിപ്പിച്ച പിതാക്കന്മാരായിട്ടുള്ളവർ 8ാമതൊരു ആയുധം കൂടി ഉണ്ടെന്ന് പഠിപ്പിച്ചു. അപ്പോഴാണ് എൻ്റെ കണ്ണു തുറന്നത്. കഷ്ടത എന്ന ആയുധഭാവമായി ധരിപ്പീൻ. 1 പത്രോസ് 4:1 വായിച്ചാൽ മതി. കഷ്ടത എന്ന ഭാവം ആയുധമായി ധരിക്കും. കഷ്ടത വേണ്ട ആർക്കും. എല്ലാവർക്കും ബാങ്കുകളിൽ നിറഞ്ഞു കിടക്കണം പണം. കഷ്ടത ആർക്കും വേണ്ടെന്ന്.
ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കിടക്കുന്നു എന്നുള്ള വാക്യം നമുക്കല്ലേ തന്നേക്കുന്ന ദൈവസഭയ്ക്ക്? പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പിടിച്ച് തികഞ്ഞവനായെന്നുള്ള വാക്യം നമുക്കല്ലേ പുതിയ നിയമസഭയ്ക്കുള്ളതല്ലേ? കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്ന് പറഞ്ഞ് കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്ന അപ്പോസ്തലന്മാരുടെ ചിന്താഗതി നമ്മളെടുത്ത് തോട്ടിക്കളഞ്ഞില്ലേ ഇപ്പോൾ? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങളവൻ്റെ കാൽച്ചൂട് പിന്തുടരുക മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു. 2 കൊരിന്ത്യർ ലേഖനം കഷ്ടത്തിലിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തണമെങ്കിൽ നമ്മൾ കഷ്ടതയിൽ തികഞ്ഞു വരണ്ടേ? എത്ര വാക്യം വേണം കഷ്ടതയ്ക്ക്? പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും. ദാവീദ് പറഞ്ഞു, ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു. തിന്നാനും കുടിക്കാനും ഇല്ലാതെ കഷ്ടപ്പെട്ട് നടന്ന ദാവീദയും സ്നേഹിതന്മാരുടെ ചരിത്രം പുസ്തകത്തിലില്ലേ? ശൗൽ രാജാവായി പട്ടുവസ്ത്രവും ധരിച്ച് സുഖലോലുപനായി നടന്നപ്പോൾ ദാവീദും കൂട്ടരും കഷ്ടതയുടെ തീച്ചുള്ളിലൂടെയല്ലേ പോയത്? പക്ഷെ അവർക്ക് മനസ്സിലായി ദാവീദ് രാജാവായിട്ടൊരു കാലം വരുമെന്ന്. അത് കണ്ടുകൊണ്ടാണ് കൂടെയുള്ളവർ പ്രത്യാശയോടെ അവൻ്റെ കൂടെ പോയത്. മനസ്സിലായോ? കഷ്ടത നമ്മളെ ശുദ്ധീകരിക്കുന്ന മേഖലകളാണെന്ന് മറന്നു പോകരുത്. കഷ്ടതയെ നമ്മളെ ആത്മീകരായി തെളിഞ്ഞവരായി നിൽക്കുവാൻ ദൈവം ഉപയോഗിക്കുന്ന ചില മീഡിയേറ്ററാണെന്ന് മറന്നു പോകരുത്. കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വയ്ക്കുന്ന ഭക്തന്മാർ പറയുന്നത്, നിന്നെ ദൈവം അനുഗ്രഹിച്ചില്ല, നിന്നെ നാശത്തിലേക്ക് പോകാനുള്ള വഴിയിലാണ് നീ നിൽക്കുന്നതെന്ന് മനസ്സിലായിക്കോണം. നിന്റെ ധനം ദൈവഹിതപ്രകാരം അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് അപകടത്തിലേക്ക് കലാശിക്കുമെന്ന് ഓർത്തുകൊള്ളണം. ചിലരൊക്കെ വിചാരിക്കുന്ന കുറേ ധനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തോ ആയെന്ന. എനിക്കറിയാം കുറേ പാസ്റ്റർമാരിവിടെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ പാസ്റ്റർമാരുടെ അപ്പനും അമ്മയൊക്കെ പാസ്റ്റർമാരായിരുന്നു. അവരും പാസ്റ്റർമാരായിരുന്നു. അപ്പനും അമ്മയും പാസ്റ്റർമ്മയൊക്കെ ആയിരുന്നു. അവരുടെ മക്കൾ ഇപ്പോൾ പാസ്സായപ്പോൾ അവർ പറഞ്ഞത് എന്താ, ഞങ്ങളുടെ പപ്പ കഷ്ടപ്പെട്ടു, ഞങ്ങളുടെ പപ്പ ബുദ്ധിമുട്ടി, ഒരു വസ്ത്രം ഉണ്ടായുള്ളൂ, തിന്നാനും കുടിക്കാനും ഇല്ലായിരുന്നു, ഒരു നേരത്തെ ആഹാരം കഴിച്ചുള്ളൂ, ഞങ്ങൾ ചെറിയ ചെറിയ വീടുകളിലാണ് താമസിച്ചത്, ഞങ്ങളുടെ പപ്പയും മമ്മിയും ഒരു കട്ടിലിൽ കിടന്നപ്പോൾ ഞങ്ങൾ കട്ടിലിൻ്റെ അടിയിലാണ് കിടന്നത്. നല്ല കാര്യം. ഇപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് ഒരു മുറി വെച്ച് കിട്ടി. ഇപ്പം ഞങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ സമ്പാദിക്കാൻ കർത്താവ് കൃപ നൽകി. ഇല്ല. സ്വത്രം. നീ അധ്വാനിച്ചുണ്ടാക്കിയ കാശായിരിക്കാം. കർത്താവ് തന്നതല്ല. ഞാനത് തീർത്തും പറയും. അത് പറയാനായിട്ട് എനിക്ക് കർത്താവ് പറഞ്ഞ ഒരു വിഷയമാണ് എൻ്റെ ഹൃദയത്തിൽ കയറി സ്പർശിച്ചത്. പൗലോസിൻ്റെ ഉപദേശങ്ങൾ കിടപ്പുണ്ട്. ഉമ്മാനും ഉടുപ്പാനുണ്ടെങ്കിൽ മതിയെന്ന് വിചാരിക്കണം എന്നാ പൗലോസ് പറഞ്ഞേക്കണേ. ധനികന്മാരാകാൻ ആഗ്രഹിക്കും, നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ ഇഷ്ടംപോലെ സ്വത്തുള്ള ഒരുത്തൻ നിത്യജീവന് വേണ്ടി വന്നപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു? വീട്ടിൽ ദരിദ്രർക്ക് കൊടുത്തിട്ട് വാന്ന് പറഞ്ഞു. എൻ്റെ പുറകെ, എൻ്റെ പൊന്നു കുഞ്ഞെ, നീ ഇതെല്ലാം കൂടി കെട്ടിപ്പറക്കി എൻ്റെ കൂടെ വരാൻ നിനക്ക് പറ്റത്തില്ല, നീ അത് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ, എന്നാ നിനക്ക് നിത്യജീവൻ കിട്ടും. അവരെങ്ങനെ പോയി? ദുഃഖത്തോടെ പോയി. എന്താ കാര്യം? നിന്റെ നിക്ഷേപമുള്ളത്തിൻ്റെ ഹൃദയം ഇരിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ മുമ്പ് കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും പുഴുവരിക്കുകയും തുരുമ്പെടുക്കുകയും ചെയ്യുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കരുതെന്നുള്ള 2 ക്ലിപ്പ് ഇന്നേക്കൊരു 2-3 ശനിയാഴ്ചക്ക് മുമ്പ് ഒരു ശനിയാഴ്ചയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഹൃദയത്തിൽ ആ വാക്യം തന്നു. അപ്പം തന്നെ അത് മെസ്സേജായിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഒത്തിരി പേര് അത് കേട്ടു, ഒത്തിരി പേര് കേട്ടു. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം നമ്മുടെയൊക്കെ ഒരു ധാരണ നമുക്കുള്ളത് 10 ചക്രം നമുക്ക് കിട്ടിയപ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടതെന്ന്. അല്ല. അങ്ങനെയെങ്കിൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം പുസ്തകത്തിനെടുത്ത് മാറ്റേണ്ടി വരുന്നു. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ ക്രിസ്തു യേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവാം ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.